ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്, കൊല്ലമുളക് മീൻ കറി. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, 100 ഗ്രാം ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പെരുംജീരകം, പുളി. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളി, മുരിങ്ങയ്ക്ക അങ്ങനത്തെ ഒരു സാധനങ്ങളും ഈ കറിയിൽ ഇടത്തില്ല. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളിയും ഇട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു 2 എണ്ണം അതും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആകെ നമ്മൾ ഈ കറിയിൽ ഇപ്പോൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും മാത്രമേ നമുക്ക് ഈ കറി കാണത്തുള്ളൂ. ഇതിൽ തക്കാളി, മുരിങ്ങയ്ക്ക, മുളക് ഇതൊന്നും ഇടത്തില്ല. ഈ കറിയുടെ പ്രത്യേകത അതാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് കുറവുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളി ഒരു ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിനുള്ള വെള്ളം ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ 1.5 കപ്പ് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് കറി തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം മാത്രമേ മീനിടാവുള്ളൂ. അങ്ങനെ ഇവിടെ നമ്മുടെ കറി അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. നിങ്ങൾക്കിവിടെ അയല ഇടാം, നെയ്മീൻ ഇടാം, ആവോലി ഇടാം. ഈ വക മീനുകൾക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നാലും നമുക്ക് ചെറിയ മീൻ, അതായത് മത്തി, നത്തോലി ഇതിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ മീൻകറി നല്ലപോലെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടാണ് ഈ റെസിപ്പി ഉള്ളത്. നല്ല ടേസ്റ്റാണ്, ചോറിനോടൊപ്പം നല്ല ചൂടായിട്ട് കഴിക്കാൻ. അങ്ങനെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.